നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് ചിലപ്പോ കുറച്ച് ബുദ്ധിമുട്ടുള്ള പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് തുടങ്ങിയാലോ? ഇത് നമ്മളെല്ലാവരും ഇടയ്ക്കൊക്കെ നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോ ഈ ഒരു ഭാഗത്ത് നമ്മൾ സംസാരിക്കാൻ പോണത് പലപ്പോഴും നമ്മൾ തുറന്നു പറയാൻ മടിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. ആത്മീയമായ ഒരുതരം ക്ഷീണം, ഒരു മടുപ്പ്. എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ തോന്നുന്നേ? ശരി, നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. ഒരു നിമിഷം ആത്മാർത്ഥമായിട്ടൊന്ന് സ്വയം ചോദിച്ചു നോക്കൂ. നിങ്ങൾക്ക് അള്ളാഹുവിനോട് എപ്പോഴെങ്കിലും ഒരു മടുപ്പ് തോന്നിയിട്ടുണ്ടോ? അതായത് ചിലപ്പോൾ ഖുർആൻ ഓതുമ്പോഴോ അല്ലെങ്കിൽ ഒരു മതപ്രഭാഷണം കേൾക്കുമ്പോഴോ പെട്ടെന്നൊരു താൽപ്പര്യക്കുറവ്, ശ്രദ്ധ പോകുന്നതുപോലെ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇനി നമുക്ക് കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകാം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴോ അല്ലെങ്കിൽ ഖുർആൻ ഓതുമ്പോഴോ ഇതൊന്ന് വേഗം തീർന്നിരുന്നെങ്കിൽ എന്ന് എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? എത്ര പെട്ടെന്ന് തീർത്ത് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാൻ നമ്മൾ തിടുക്കം കൂട്ടാറുണ്ട്. ആ മടുപ്പ് എന്ന തോന്നലിന് ഇതിലും വലിയൊരു തെളിവ് വേറെയില്ല. ഇതാണ് ആത്മീയ ക്ഷീണത്തിന്റെ ഒരു പ്രധാന ലക്ഷണം. എപ്പോഴാണോ ആരാധന നമുക്കൊരു ഭാരമായി മാറുന്നത്, അപ്പോൾ പിന്നെ അള്ളാഹുവിനെക്കുറിച്ച് സംസാരിക്കുന്നതിനേക്കാൾ എളുപ്പം വേറെ എന്തിനെക്കുറിച്ചെങ്കിലും സംസാരിക്കുന്നതായിരിക്കും. അത് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഒരു മാറ്റത്തിന്റെ സൂചനയാണ്. നമ്മളത് തിരിച്ചറിയണം. ഒരു ദിവസം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പള്ളിയിലേക്ക് കടന്നു വരികയാണ്. അവിടെ അദ്ദേഹം വളരെ വിചിത്രമായൊരു കാഴ്ചയാണ് കാണുന്നത്. സീലിംഗിൽ നിന്നൊരു കയറ് തൂങ്ങിക്കിടക്കുന്നു. സ്വാഭാവികമായും നമുക്കൊരു ആകാംക്ഷ തോന്നില്ലേ? എന്തിനായിരിക്കും പള്ളിക്കുള്ളിൽ ഇങ്ങനൊരു കയറ്? അപ്പോ അതിന്റെ കാരണം അന്വേഷിച്ചപ്പോൾ കിട്ടിയ മറുപടി ഇതായിരുന്നു: ഇതൊരു സ്ത്രീക്ക് വേണ്ടിയുള്ളതാണ്. രാത്രി നമസ്കാരത്തിനിടയിൽ ഉറക്കം വരുമ്പോൾ അവർ ഇതിൽ പിടിച്ചു തൂങ്ങും. ഒന്നാലോചിച്ചു നോക്കൂ, ഉറക്കത്തെപ്പോലും മാറ്റി നിർത്തി ആരാധനയിൽ മുഴുകാൻ വേണ്ടിയുള്ള ഒരു അങ്ങേയറ്റത്തെ പ്രയത്നമാണത്. അപ്പൊ ഇത് കേട്ടപ്പോൾ പ്രവാചകൻ എന്തു പറഞ്ഞുവെന്നറിയുമോ? അദ്ദേഹത്തിന്റെ മറുപടി വളരെ ലളിതവും വ്യക്തവുമായിരുന്നു: അതെടുത്തു മാറ്റുക. നമ്മൾ പ്രതീക്ഷിച്ചതിന് നേരെ വിപരീതമായ ഒരു പ്രതികരണമല്ലേ ഇത്? അതെ, അമിതമായ ഭക്തിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം അദ്ദേഹം അത് തടയുകയാണ് ചെയ്തത്. അതായത് ആ കൽപ്പനയ്ക്ക് പിന്നിലെ തത്വം ഇതാണ്: നമുക്ക് യഥാർത്ഥത്തിൽ സ്ഥിരമായി ചെയ്യാൻ കഴിയുന്നത് മാത്രമേ നമ്മൾ ഏറ്റെടുക്കാവൂ എന്നദ്ദേഹം പഠിപ്പിച്ചു. സ്വയം ഒരുപാട് ഭാരം ചുമക്കുന്നതല്ല പ്രധാനം, മറിച്ച് കുറച്ചാണെങ്കിൽ പോലും സ്ഥിരതയോട് മുന്നോട്ടു പോകുന്നതിലാണ് കാര്യം. ശരി, ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു തത്വത്തിലേക്ക് വരാം. കാഴ്ചയിൽ തീർത്തും വ്യത്യസ്തമെന്ന് തോന്നുന്ന രണ്ടു തരം ആളുകൾക്ക് എങ്ങനെയാണ് ഒരേ സന്ദേശം ബാധകമാകുന്നത് എന്ന് നോക്കാം. ഇത് ശരിക്കും രസകരമാണ്. ഇവിടെ നമ്മൾ രണ്ടു തരം ആളുകളെയാണ് കാണുന്നത്. ഒരു വശത്ത് ആരാധനകളിൽ സ്വയം മറന്ന് ക്ഷീണിക്കുന്നതുവരെ പ്രയത്നിക്കുന്നയാൾ, മറുവശത്ത് ഒരേ തെറ്റിൽ വീണ്ടും വീണ്ടും വീണുപോയി പശ്ചാത്തപിച്ച് തിരികെ വരാൻ ശ്രമിക്കുന്നയാൾ. ഒരാൾ അങ്ങേയറ്റം ഭക്തി കാണിക്കുന്നു, മറ്റൊരാൾ പാപങ്ങളുമായി മല്ലിടുന്നു. ഇവർക്ക് രണ്ടുപേർക്കും എങ്ങനെയാണ് ഒരേ സന്ദേശം നൽകാൻ കഴിയുക? അതിനുള്ള ഉത്തരമാണ് ഈയൊരു വാചകം: നിങ്ങൾക്ക് അല്ലാഹുവിനോട് മടുപ്പ് തോന്നുന്നതുവരെ അല്ലാഹുവിന് നിങ്ങളോട് മടുപ്പ് തോന്നുകയില്ല. എന്തൊരു ശക്തമായ വാക്കുകളാണിത്, അല്ലേ? ദൈവികമായ കാരുണ്യത്തെയും ക്ഷമയും കുറിച്ചുള്ള ഒരു വലിയ ഉറപ്പാണിത്. നമ്മൾ സ്വയം പിന്തിരിഞ്ഞു പോകുന്നതുവരെ അല്ലാഹുവിന്റെ വാതിൽ എപ്പോഴും നമുക്കായി തുറന്നിരിക്കും. അതുകൊണ്ട് ഈ സന്ദേശം നേരത്തെ പറഞ്ഞ രണ്ടു കൂട്ടർക്കും ഒരുപോലെ ബാധകമാണ്. ആരാധനയിൽ അതിര് കവിയുന്നയാൾക്കും പാപത്തിൽ നിന്ന് കരകയറാൻ പാടുപെടുന്നയാൾക്കും. കാരണം അല്ലാഹുവിന്റെ കാരുണ്യം ആർക്കെങ്കിലും മാത്രമുള്ളതല്ല, അത് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ശരി, അപ്പോ അമിതമായി പരിശ്രമിക്കുന്നതിന്റെ പ്രശ്നം നമ്മൾ കണ്ടു. ഇനി നമുക്കതിന്റെ നേരെ എതിർവശം നോക്കാം. അതായത് ആത്മീയമായ അലസത. ഇതും അത്ര തന്നെ അപകടം പിടിച്ച ഒന്നാണ്. കപടവിശ്വാസികളുടെ ആരാധനയെക്കുറിച്ച് ഖുർആൻ വിവരിക്കുന്നതെങ്ങനെയെന്നാൽ, അവർ നമസ്കരിക്കാൻ എഴുന്നേൽക്കുന്നത് തന്നെ ഒരുതരം മടിയോടെയാണ്. കാലുകൾ വലിച്ചിഴച്ചാണ് വരുന്നത്. അവരുടെ ലക്ഷ്യമോ ആളുകളെ കാണിക്കുക എന്നത് മാത്രം. ഉള്ളിന്റെ ഉള്ളിൽ ഒട്ടും ആത്മാർത്ഥതയില്ല. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം. അവരുടെ പുറമേയുള്ള അവസ്ഥ അവരുടെ ഉള്ളിലുള്ള അവസ്ഥയെക്കുറിച്ച് നിങ്ങളോട് പറയുന്നു. അതായത് നമ്മുടെ പ്രവൃത്തികളിലെ മടിയും താൽപ്പര്യക്കുറവുമൊക്കെ സത്യത്തിൽ നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹുവിൽ നിന്നുള്ള അകലത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു വശത്ത് അമിതമായ ക്ഷീണം, മറുവശത്ത് അലസത. ഇത് രണ്ടുമല്ല ശരിയായ വഴിയെങ്കിൽ പിന്നെന്താണ് സുസ്ഥിരമായ പാത? എങ്ങനെയാണ് ഈ യാത്രയിൽ നമുക്ക് ആനന്ദവും മധുരവും കണ്ടെത്താൻ കഴിയുക? അതിനുള്ള ഉത്തരം മനസ്സിലാക്കാൻ നമുക്ക് വളരെ എളുപ്പമുള്ളൊരു ഉദാഹരണം എടുക്കാം. നമ്മുടെ ആത്മീയ ജീവിതത്തെ ആത്മാവിന് വേണ്ടിയുള്ള ഒരു ജിമ്മായി സങ്കല്പിക്കുക. ശരിയല്ലേ? ശരീരത്തിന് വ്യായാമം ചെയ്യുന്നതുപോലെ ആത്മാവിനും വ്യായാമം വേണം. അപ്പോൾ ജിമ്മിൽ പോകുമ്പോൾ എന്താണ് സംഭവിക്കുക? ആദ്യത്തെ കുറച്ചു ദിവസം അല്ലെങ്കിൽ ഒരു മാസം നല്ല വേദനയും ബുദ്ധിമുട്ടുമൊക്കെ ആയിരിക്കും, അല്ലേ? പക്ഷെ നമ്മളത് സഹിച്ചു മുന്നോട്ടു പോകും. കുറച്ചു കഴിയുമ്പോൾ അതിന്റെ ഫലം കണ്ടു തുടങ്ങും. നമുക്ക് കൂടുതൽ ശക്തിയും ഊർജവും തോന്നിത്തുടങ്ങും. പതിയെ പതിയെ ആ വേദനയൊക്കെ മാറി ആ വ്യായാമം നമ്മൾ ആസ്വദിക്കാൻ തുടങ്ങും. പിന്നെ അതൊരു ശീലമാകും, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായി മാറും. ഇതുപോലെ തന്നെയാണ് ആരാധനയുടെ കാര്യവും. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം ഇതായിരിക്കണം:
ആദ്യം തോന്നുന്ന ആ അസ്വസ്ഥതയെ മറികടന്ന് അതൊരു സന്തോഷമായി മാറുന്നതുവരെ മുന്നോട്ടു പോവുക. വെറുതെ പ്രതിഫലം ആഗ്രഹിക്കാതെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ഇഷ്ടം വളർത്തിയെടുക്കുക. പിന്നെ ഏറ്റവും പ്രധാനമായി ഇത്രയൊക്കെ മതി എന്ന് പറഞ്ഞ് ഒരിക്കലും കുറഞ്ഞതിൽ തൃപ്തിപ്പെടാതിരിക്കുക.